ബൈ ദ പീപ്പിൾ പൊതുജനം പ്രതികരിക്കുന്നു. കാട്ടിൽ നിൽക്കേണ്ട വന്യമൃഗങ്ങൾ നാട്ടിൽ വാഴുന്നു. വന്യമൃഗശല്യത്തിന് പരിഹാരമെന്ന് ഈ വിഷയത്തിലുള്ള പ്രതികരണമാണ് ഞങ്ങൾ തേടിയത്. തെരഞ്ഞെടുത്ത പ്രതികരണങ്ങൾ കാണാം. വിദേശ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും വന്യമൃഗങ്ങളുടെ എണ്ണം കർശനമായി നിയന്ത്രിക്കുന്നത് പോലെ തന്നെ നമ്മുടെ നാട്ടിലും വന്യമൃഗങ്ങളുടെ എണ്ണം വനത്തിലൊതുക്കി നിയന്ത്രിച്ച് നിർത്തുകയും വനത്തിന് വെളിയിലിറങ്ങുന്ന മൃഗങ്ങളെ അപ്പോൾ തന്നെ ഒരു ദാക്ഷിണ്യവും വിചാരിക്കാതെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന നിയമ സംവിധാനമാണ് ഈ നാട്ടിലുണ്ടാകേണ്ടത്. അതിന് പുതിയ നിയമങ്ങൾ ആവശ്യമെങ്കിൽ ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടായി പുതിയ നിയമങ്ങൾ നിർമ്മിക്കുകയും ഉള്ള നിയമങ്ങൾ കർശനമായി നടപ്പാക്കുകയും അതുപോലെ തന്നെ വനം വന്യജീവി വകുപ്പിൻ്റെ ജലദ്രോഹ നയങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കാനുള്ള ഏത് മാർഗമായാലും ഒറ്റക്കെട്ടായി സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. മറ്റ് ലോകരാഷ്ട്രങ്ങൾ വന്യജീവികളെ എങ്ങനെയാണ് നേരിടുന്നതെന്ന് കണ്ടുപിടിക്കണം. ഓസ്ട്രേലിയയിലെ അവരുടെ കങ്കാരുവിനെ പോലെയുള്ള ദേശീയ മൃഗത്തെ പോലും എണ്ണത്തിൽ പെരുകിയാൽ അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. ഇവിടെയും അത്തരം നടപടികളാണ് ഉണ്ടാകേണ്ടത്. പ്രഖ്യാപനങ്ങൾക്കപ്പുറത്ത് നടപടികൾ ഉണ്ടാകണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കാട്ടിൽ കഴിയുന്നവയാണ് കാട്ടുമൃഗങ്ങൾ. നാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങൾ, നാട്ടിൽ വാഴുന്ന മൃഗങ്ങൾ, അത് നാട്ടുകാരുടെ മൃഗങ്ങളാണ്. അതിൻ്റെ ഉടമസ്ഥാവകാശം നാട്ടുകാർക്ക് കൊടുക്കണം. പിന്നെ അതിനെ എങ്ങനെ നിയന്ത്രിക്കാനാവുമെന്ന് നാട്ടുകാർ കാണിച്ചു കൊടുക്കും. കാട്ടിലെ മൃഗങ്ങളാണെങ്കിൽ കാടിൻ്റെ അവകാശികൾ, കാടിൻ്റെ കസ്റ്റോഡിയൻസ്, അവർ ഗവൺമെൻറ്റാണ്. അവരതിന് നടപടി സ്വീകരിക്കണം. നഷ്ടമുണ്ടായാൽ, ജീവഹാനി ഉണ്ടായാൽ, നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ പകരം വയ്ക്കാൻ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കണം. മലയോര മേഖലയിൽ ജനവാസ മേഖലയിൽ ഏറെ പ്രയാസം അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വന്യമൃഗശല്യം. രൂക്ഷമായ വന്യമൃഗശല്യത്തിന് പരിഹാരം എന്ന നിലയ്ക്ക് KFRI കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തു കേരള സർക്കാരിന്. വനമേഖലയിൽ തേക്ക് വീട്ടി പോലത്തെ മരങ്ങൾ കുറച്ച് പല വൃക്ഷങ്ങൾ കൊണ്ടുപിടിപ്പിക്കുക, വറ്റി വരുന്ന ചോലകള് പകരം ടാങ്കുകൾ കെട്ടി വെള്ളം കെട്ടി നിർത്തുക, ഇത്തരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയാൽ ഒരു പരിധി വരെ ജനവാസ മേഖലയിൽ ആന പോലെയുള്ള വന്യമൃഗശല്യങ്ങളുടെ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയും. മുൻകാലങ്ങളിലൊക്കെ കുരങ്ങോ അല്ലെങ്കിൽ കാട്ടാനകളോ ഒക്കെ ആയിരുന്നു എന്ന് വരികയിൽ ഇന്ന് കടുവയും പുലിയും വരെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. വളർത്തു മൃഗങ്ങളെപ്പോലും ആക്രമിക്കുന്ന ഇത്തരത്തിലുള്ള ജീവികൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോലും വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ പ്രതിഷേധാർഹമാണ്. ക്രമാതീതമായി വന്യമൃഗങ്ങൾ പെരുകിയാൽ അവയെ നിയന്ത്രിക്കണം എന്ന് മനസ്സിലാക്കാനുള്ള ശാസ്ത്ര അവബോധം പോലും നമ്മുടെ വനംവകുപ്പിനില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. അത് തിരുത്തപ്പെടണം. എണ്ണത്തിൽ കൂടുന്ന വന്യമൃഗങ്ങളെ കള്ളിങ് നടത്തി നിയന്ത്രിക്കുകയും വനത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് വന്യമൃഗങ്ങൾ കടക്കാതെ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന സർക്കാരിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ. മലയോരങ്ങളിൽ ജനങ്ങളും സർക്കാരും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് ഈ വന്യമൃഗശല്യം വളരുന്നത് നന്നല്ല എന്ന് മാത്രം ഞങ്ങൾ പറയുന്നു. ഇപ്പൊ നമ്മുടെ ഏരിയകളിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ വന്യമൃഗശല്യം കൊണ്ട്. പുലിയായിട്ടും പന്നിയായിട്ടും കാട്ടാനകളായിട്ടും എല്ലാം നാട്ടിലോട്ടാണ് ഇറങ്ങി വരുന്നത്. അപ്പൊ അതിനെ ചെറുക്കുന്നതിന് വേണ്ട ഫലപ്രദമായ സംവിധാനങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ എത്തും, ഗവൺമെന്റ് മറ്റു ഉദ്യോഗസ്ഥരെല്ലാം കൂട്ടായി പ്രവർത്തനങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഇതിലൊരു അറുതി വരൂ. അപ്പൊ നമുക്കിവിടെ ഒരു വന്യമൃഗത്തെയും ഒരു മനുഷ്യനെ കൊല്ലുന്നതിന് പോലും നിയമങ്ങൾ ലൂപ്ഹോൾസിലൂടെ ഇറങ്ങി പോരാൻ പറ്റുമെങ്കിലും ഒരു വന്യമൃഗത്തെ ആക്രമിച്ച് കൊല്ലുകയാണെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലെ ഒരു അവസ്ഥ വരുന്നത്. അപ്പൊ ഇതൊക്കെ മാറ്റി വരികയാണെങ്കിൽ, നിയമങ്ങളിൽ മാറ്റം വരികയാണെങ്കിൽ നമുക്ക് നല്ല പുരോഗതി ഉണ്ടാവുന്നില്ലാണ് പ്രതീക്ഷ. ഈ ഒരു അവസ്ഥ മാറേണ്ടതാണ്. ഈ നാട്ടിലേക്ക് ഈ മൃഗങ്ങൾ വന്നതിൻ്റെ ഉത്തരവാദിത്വം, പൂർണ്ണമായൊരു ഉത്തരവാദിത്വം ഈ വനംവകുപ്പിനാണ്. ഈ കാട്ടിലെ വസിപ്പിക്കുകയും അവർക്ക് വേണ്ട ആഹാര സാധനങ്ങൾ കാട്ടിൽ തന്നെ കണ്ടെത്തുകയും അവിടെ തേടിപ്പിടിക്കുകയും ചെയ്യേണ്ടതും, കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന വന്യമൃഗങ്ങളെ ഇലക്ട്രിസിറ്റിയുടെ ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇലക്ട്രിക്കൽ ലൈൻ വെച്ചുകൊണ്ട് ഇതിനെ അകത്ത് തന്നെ താമസിപ്പിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഈ വനംവകുപ്പ് സ്വീകരിക്കണം. വനംവകുപ്പിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളും പോക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഒന്നും പ്രശ്നമല്ല, ഇത് അവരുടെ പ്രശ്നം, ഞങ്ങൾക്കിത് ബാധിക്കുന്ന പ്രശ്നമേ അല്ല. കർഷകൻ തന്നെ ഇത് നേരിടണം. ഇതിനെതിരെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കോടതി നേരിട്ട്
ഈ വനം വകുപ്പിനെതിരെ കേസെടുക്കണം. എന്നിട്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഈ കർഷകനെ ഇങ്ങനെ ദ്രോഹിക്കണം. കർഷകനെ അല്ലാതെ വേറൊരു ദ്രോഹവും ഈ സംസ്ഥാന ഗവൺമെൻറ് ആയാലും കേന്ദ്രമായാലും കർഷകനെതിരെ എന്ത് പ്രശ്നം വന്നാലും കർഷകനെതിരെ വരുള്ളൂ. ജീവന് വരെ ഭീഷണി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പ് വയനാട് പോലുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ്. ഇവിടെ മമ്പാട് ഭാഗത്തും അതുപോലെ തന്നെ ആന ആളുകളുടെ ജീവൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ആനയുടെ ശല്യം പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ട് വലിയ കിടങ്ങുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ കിടങ്ങ് മറികടന്നുകൊണ്ട് ആന വരുന്ന പ്രദേശങ്ങളിൽ ആനയ്ക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യപ്രദമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതാണ് ഏറ്റവും ആദ്യം ചെയ്യാനുള്ളത്. പിന്നെ വനങ്ങളിൽ വളരെ കൃത്യമായിട്ട് ആനയ്ക്ക് ജലം കിട്ടുവാൻ ആവശ്യമായിട്ടുള്ള ജലസംഭരണികൾ, അതുകൊണ്ട് തന്നെ വനത്തെയും കൃഷിയിടത്തെയും വേർതിരിക്കുന്ന യാതൊരു സംവിധാനങ്ങളും നമ്മുടെ നാട്ടിൽ നിലവിലില്ല. ചില ഷോക്ക് ഫെൻസിങ് എന്ന് പറയുന്ന ചില തട്ടിപ്പുകൾ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും ഇത് പൂർണ്ണ പരാജയമാണ്. ഇത് സർക്കാരിനും അറിയാം. ഏറ്റവും ആന അല്ലെങ്കിൽ കുരങ്ങ്, ഏറ്റവും ഒടുവിലായിട്ട് മയിലിൻ്റെ ആക്രമണം പോലും ഇന്ന് കൃഷിയെ, പ്രത്യേകിച്ച് നെൽകൃഷിയെ വളരെ പ്രതികൂലമായി ബാധിക്കുകയാണ്. കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യങ്ങൾ ഇതിനെ എല്ലാം തരണം ചെയ്തിട്ട് കർഷകർ കൃഷി ചെയ്യാൻ തയ്യാറാവുമ്പോഴും അവർക്ക് അതിനുള്ള മറുപടി ലഭിക്കുന്നത് അവസാനം വിളവെടുക്കുമ്പോൾ കണ്ണീർ മാത്രമാണ്.